കൊളോണിയലിസം ആൻഡ് ഇറ്റ്സ് പ്രാക്ടീസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി എടുത്തു. ഈ സെക്കൻഡ് പാർട്ടാണ്. ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട ഒരു വരുമാന സ്രോതസ്സ് എന്ന് പറയുന്നത് റവന്യൂ ആയിരുന്നു. പ്രധാനമായും 4 റവന്യൂ പോളിസീസാണ് ഇന്ത്യയിൽ നിലനിന്നിരുന്നത്. ഫാമിംഗ് സിസ്റ്റം, പെർമനൻ്റ് പോളിസി, റേറ്റ് വാരി, മഹൽവാരി. ഫാമിംഗ് പോളിസി, പെർമനൻ്റ് സിസ്റ്റം, റേറ്റ് വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം. അതിലാദ്യം പഠിക്കാനുള്ളത് ഫാമിംഗ് സിസ്റ്റത്തെക്കുറിച്ചാണ്. വാറൻ ഹേസ്റ്റിങ്സ് ആണ് ഫാമിംഗ് സിസ്റ്റം ആരംഭിച്ചത്. 1773 വാറൻ ഹേസ്റ്റിങ്സ് ആണ് ആരംഭിച്ചിട്ടുള്ളത്. 5 വർഷത്തേക്കാണ് ഫാമിംഗ് പോളിസി നിലനിൽക്കുന്നത്. ഇതിൽ നികുതി പിരിച്ചെടുക്കുന്നത് സെമീന്ദാറാണ്. സെമീന്ദാർമാരെ തിരഞ്ഞെടുക്കുന്നത് ലേലം ചെയ്തിട്ടാണ്. അതായത് ഏറ്റവും കൂടുതൽ വരുമാനം ആരാണോ ഗവൺമെൻറ്റിന് നൽകുക അവരെ ആയിരിക്കും സെമീന്ദാറായി നിയമിക്കുന്നത്. ഈ കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം സെമീന്ദാർ എടുക്കുകയും മറ്റൊരു ഭാഗം ഗവൺമെൻറ്റിന് നൽകുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഫാമിംഗ് പോളിസിക്ക് നിരവധി പോരായ്മകളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും വലിയ പോരായ്മയാണ് കർഷകരും സെമീന്ദാറും തമ്മിലുള്ള ബന്ധം വഷളാക്കി എന്നുള്ളത്. കാരണം അതുവരെ നിലനിന്നിരുന്നത് പരമ്പരാഗതമായി ജമീന്ദാറാണ്. അപ്പോൾ അവരും കർഷകരും തമ്മിലൊരു ബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ലേലത്തിലൂടെ പുതിയ ജമീന്ദാർ വന്നതോടുകൂടി അവർ തമ്മിലുള്ള ബന്ധം ഇല്ലാതായി. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ജമീന്ദാർ പലരും ഗവൺമെൻറ്റിനെ പറ്റിച്ചു. അവർ പണം ശരിയായ രീതിയിൽ കൊടുത്തില്ല. പിന്നീട് ഇതിൻ്റെ കുറവുകൾ മനസ്സിലാക്കി ലോർഡ് കോൺവാലിസ് ആരംഭിച്ചതാണ് പെർമനൻ്റ് സെറ്റിൽമെൻറ്റ്. ഈ പെർമനൻ്റ് സെറ്റിൽമെൻറ്റിൽ ലാൻഡിൻ്റെ മുഴുവൻ അവകാശവും ജമീന്ദാർമാർക്കാണ്. പക്ഷേ ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന മൊത്ത വരുമാനത്തിൻ്റെ 89% ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും 11% ജമീന്ദാറും ആയിരിക്കും അവകാശം. 10 വർഷത്തേക്കാണ് പെർമനൻ്റ് സെറ്റിൽമെൻറ്റ് ആരംഭിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ വരുമാനത്തിൽ മാറ്റമുണ്ടാവില്ല എന്നത് പെർമനൻ്റ് സെറ്റിൽമെൻറ്റിന് ഒരു പ്രത്യേകതയാണ്. അതായത് ഈ കരാർ ആരംഭിക്കുന്ന വർഷം എത്രയാണോ നമ്മൾ ഗവൺമെൻറ്റിന് കൊടുക്കുന്നത് അതുപോലെ ഇനി അടുത്ത 10 വർഷവും അതേ വരുമാനം തന്നെ കൊടുക്കണം. അപ്പോൾ ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കുറവാണെങ്കിലും നമ്മൾ ഗവൺമെൻറ്റിന് കൊടുക്കുന്ന പണത്തിന് മാറ്റമുണ്ടാവാൻ പാടില്ല. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട പണം സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ തന്നെ കൊടുത്തില്ലെങ്കിൽ പിന്നീട് ജമീന്ദാർ വേണമെങ്കിൽ ഗവൺമെൻറ്റിന് തലസ്ഥാനത്ത് നിന്നും മാറ്റാനുള്ള അവകാശവുമുണ്ട്. ലോർഡ് കോൺവാലിസ് ആണ് പെർമനൻ്റ് സെറ്റിൽമെൻറ്റ് ആരംഭിച്ചത്. 10 വർഷത്തേക്കാണ് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ജമീന്ദാറിന് ലാൻഡിൽ പൂർണ്ണമായ അധികാരം ഉണ്ടായിരിക്കും. എന്നാണോ നമ്മൾ പണം കൊടുക്കേണ്ടത് അന്ന് തന്നെ കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ ജമീന്ദാറെ മാറ്റാനുള്ള അവകാശവും ഗവൺമെൻറ്റിനുണ്ട്. ബംഗാൾ, ബീഹാർ, ഒറീസ, ബനാറസി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഇത് ആരംഭിച്ചിരുന്നത്. അതായത് ഇന്ത്യയുടെ മൊത്ത ഭൂമിയുടെ 19% പ്രദേശത്ത്. അടുത്തത് റൈറ്റ് വാരി സിസ്റ്റം. ഇന്ത്യയുടെ മൊത്ത ഭൂമിയുടെ 50% പ്രദേശത്താണ് റൈറ്റ് വാരി സിസ്റ്റം നിലനിന്നിരുന്നത്. 19% പ്രദേശത്താണ് പെർമനൻ്റ് സെറ്റിൽമെൻ്റ് എങ്കിൽ 50% പ്രദേശത്താണ് റൈറ്റ് വാരി സിസ്റ്റം നിലനിന്നിരുന്നത്. അതായത് മദ്രാസ്, ബോംബെ പ്രസിഡൻസിയിൽ അലക്സാണ്ടർ റീഡ് അതുപോലെ തന്നെ തോമസ് മുൺറോ എന്നിവരാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പെർമനൻ്റ് സെറ്റിൽമെൻറ്റിൽ നിന്ന് വ്യത്യസ്തമായി റൈറ്റ് വാരി സിസ്റ്റത്തിൽ കർഷകർക്കാണ് ലാൻഡിൻ്റെ ഓണർഷിപ്പ്. അതുകൊണ്ട് തന്നെ കർഷകർക്ക് വേണമെങ്കിൽ കൃഷിസ്ഥലം വിൽക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു. ഇടനിലക്കാർ കർഷകർക്കും ഗവൺമെൻറ്റിനും ഇടയിൽ ഒരു ഇടനിലക്കാരില്ലാത്തത് കൊണ്ട് തന്നെ കർഷകർക്ക് കൂടുതൽ വരുമാനം ലഭിച്ചിരുന്നില്ല. ഈ റൈറ്റ് വാരി സിസ്റ്റം മദ്രാസ്, ബോംബെ പ്രസിഡൻസിയിൽ ആരംഭിക്കാനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെമീന്ദാര സിസ്റ്റം എന്ന് പറയുന്ന സംഭവം സൗത്ത് ഇന്ത്യയിലുള്ള ജനങ്ങൾക്കൊന്നും അത്ര പരിചിതമായിരുന്നില്ല. കാരണം ഈ സെമീന്ദാര സിസ്റ്റം ബീഹാർ മേഖലയിലാണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് അത് ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് തന്നെ അവിടെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിരുന്നു. പക്ഷേ സൗത്ത് ഇന്ത്യയിൽ ആ ഒരു സിസ്റ്റം ഇതുവരെ നിലനിന്നിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പോരായ്മകൾ മനസ്സിലാക്കിയിട്ടുള്ള ഗവൺമെൻറ് ആ സിസ്റ്റം മാറ്റി കർഷകരും ഗവൺമെൻറ്റും തമ്മിൽ നേരിട്ട്
ബന്ധം സ്ഥാപിക്കാനാണ് നേതൃത്വം നൽകിയിരുന്നത്. അപ്പോൾ 50% റീജിയൺസിലാണ് റൈറ്റ് വാലി നിലനിന്നത്. മദ്രാസ് ബോംബെ പ്രസിഡൻസിയിലാണ്. അലക്സാണ്ടർ റീഡ് അതുപോലെ തന്നെ തോമസ് മുൺട്രോ ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കർഷകർക്കാണ് ലാൻഡിൻ്റെ ഓണർഷിപ്പ്. ഇതിൽ പെർമനൻ്റ് ആയിട്ടുള്ളൊരു റേറ്റ് ഉണ്ടായിരുന്നില്ല. പെർമനൻ്റ് സെറ്റിൽമെൻറ്റിൽ പെർമനൻ്റ് ആയിട്ടുള്ള റേറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഇതിൽ അതുണ്ടായിരുന്നില്ല. അടുത്തത് മഹൽ വാലി സിസ്റ്റം. ലാൻഡ് റവന്യൂ സിസ്റ്റത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സിസ്റ്റമാണ് മഹൽ വാലി സിസ്റ്റം എന്ന് പറയുന്നത്. നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 30% പ്രദേശത്താണ് ഇത് നിലനിൽക്കുന്നത്. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഗ്രാമമുഖ്യനാണ് പണം പിരിച്ചു നൽകുന്നത്. ഗ്രാമത്തിൻ്റെ ചുമതലയാണ് കർഷകർക്ക് പണം നൽകുക എന്നുള്ളത്. അതായത് കർഷകർ അവരുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം ഗ്രാമമുഖ്യന് നൽകുകയും ഗ്രാമമുഖ്യൻ അത് ഗവൺമെൻറ്റിന് നൽകുകയാണ് ചെയ്തിരുന്നത്. യഥാർത്ഥത്തിൽ ഈ ലാൻഡിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് കർഷകരുടെ കയ്യിലായിരുന്നില്ല, കമ്പനിയുടെ കയ്യിലായിരുന്നു ഓണർഷിപ്പ്. അപ്പോൾ 30% പ്രദേശത്താണ് മഹൽ വാലി സിസ്റ്റം നിലനിന്നിരുന്നത്. നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിലാണ് ഇത് നിലനിന്നത്. കമ്പനിക്കാണ് ലാൻഡിൻ്റെ ഓണർഷിപ്പ്. നെക്സ്റ്റ് ടോപ്പിക് ശിപ്പായ് ലഹള അല്ലെങ്കിൽ ഇന്ത്യൻ ലഹള. മഹത്തായ കലാപം, 1857 കലാപം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്നെല്ലാം അറിയപ്പെടുന്ന 1857 കലാപമാണ്. 1857 മെയ് 10 ഉത്തർപ്രദേശിലെ മീററ്റിലാണ് കലാപം ആരംഭിക്കുന്നത്. നാളിതുവരെ ബ്രിട്ടീഷുകാരെ അനുസരിച്ച് പോന്ന ഇന്ത്യൻ ജനത ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപമാണിത്. ആദ്യമായി ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സവർക്കറാണ്. ബ്രിട്ടീഷുകാർ ഇതിനെ ചെകുത്താൻ്റെ കാറ്റെന്നും ശിപ്പായ് ലഹള എന്നും വിശേഷിപ്പിച്ചു. ശിപ്പായ് ലഹളയുടെ ചിഹ്നം എന്ന് പറയുന്നത് താമരയാണ്. താമരയും ചപ്പാത്തിയും. ബ്രിട്ടീഷ് സൈന്യത്തിൽ ജോലി ചെയ്തിരുന്ന ഇന്ത്യൻ സൈനികരുടെ ഭാഗത്തു നിന്നുണ്ടായ ശ്രദ്ധേയമായ മുന്നേറ്റമാണ് 1857 കലാപം. 1857 കലാപം ആരംഭിക്കുന്നത് മീററ്റിലാണ്. ഈ കലാപം ആരംഭിക്കാനുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ എന്തെന്ന് നോക്കാം. ബ്രിട്ടീഷ് സൈന്യത്തിൽ ജോലി ചെയ്തിരുന്ന ഇന്ത്യൻ സൈനികരോട് മൃഗക്കൊഴുപ്പ് പുരട്ടിയ എൻഫീൽഡ് തോക്കുകൾ ഉപയോഗിക്കാൻ പറഞ്ഞതാണ് കലാപത്തിൻ്റെ കാരണം. ഈ തോക്കിൻ്റെ അറ്റത്തായിട്ട് മൃഗക്കൊഴുപ്പ് പുരട്ടിയിട്ടുള്ളൊരു ഭാഗമുണ്ട്. ഇത് കടിച്ച് പുറത്തിട്ട് കഴിഞ്ഞാൽ ഈ തോക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പന്നിയുടെയും പശുവിൻ്റെയും മൃഗക്കൊഴുപ്പാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന കിംവദന്തിയാണ് അന്ന് പറഞ്ഞിരുന്നത്. അതുപോലെ സൈനികർക്ക് ബ്രിട്ടീഷുകാരുടെ എതിർപ്പ് തോന്നാറുണ്ടായ മറ്റൊരു കാരണം എന്ന് പറയുന്നത് അവരുടെ തുച്ഛമായ വേതനമാണ്. അതുപോലെ തന്നെ അവർ നിരന്തരമായി അവഹേളനം ഏറ്റുവാങ്ങിയിരുന്നു. അതുപോലെ അവർക്ക് തലപ്പാവ്, അതുപോലെ തന്നെ താടി വളർത്താനുള്ള അധികാരം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം അവരുടെ മതപരമായിട്ടുള്ള വികാരത്തെ വ്രണപ്പെടുത്തി. ഇതിൻ്റെ ഫലമായി 35ാം റെജിമെൻറ്റിലെ അംഗമായിട്ടുള്ള മംഗൾ പാണ്ഡെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ചു. ഇതിൻ്റെ ഫലമായി 1857 ഏപ്രിൽ 8 മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റി. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയായി അറിയപ്പെടുന്നതും മംഗൾ പാണ്ഡെയാണ്. ഇതായിരുന്നു കലാപം ആരംഭിക്കാനുണ്ടായ കാരണം. പിന്നീട് കലാപം ഡൽഹിയിലേക്ക് വ്യാപിച്ചു. കലാപത്തിന് നേതൃത്വം നൽകിയിരുന്നത് ഝാൻസിയിൽ റാണി ലക്ഷ്മിഭായിയും ഗ്വാളിയോറിലെ റാണി ലക്ഷ്മിഭായി, ബീഹാറിലെ കൻവർ സിംഗ്, ജഗദീഷ്പൂരിലെ കൻവർ സിംഗ്, ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ, ആസാം ദിവാൻ മണിറാം, മീററ്റ് ഗേതം സിംഗ്, കാൺപൂർ നാനാ സാഹിബ് താന്തിയ തോപ്പി, ലക്നൌവിലെ ബീഗം ഹസ്രത്ത് മഹൽ, ആഗ്രയിലും ബീഗം ഹസ്രത്ത് മഹലും, ഔധിലെ ബീഗം ഹസ്രത്ത് മഹൽ, ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ള, ബറേലി ഖാൻ ബഹദൂർ, ഝാൻസിയിലെ റാണി ലക്ഷ്മിഭായ്, ഗ്വാളിയോറിലെ റാണി ലക്ഷ്മിഭായ്, ബീഹാർ കൻവർ സിംഗ്, ജഗദീഷ്പൂർ കൻവർ സിംഗ്, ഡൽഹിയിലെ ജനറൽ ബഖാൻ ബഹദൂർ ഷാ രണ്ടാമൻ, ആസാം ദിവാൻ മണിറാം, മീററ്റ് ഖേതം സിംഗ്, കാൺപൂർ നാനാ സാഹിബ് താന്തിയ തോപ്പി, ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ, ആഗ്ര ബീഗം ഹസ്രത്ത് മഹൽ, ഔധ് ബീഗം ഹസ്രത്ത് മഹൽ, ഫൈസാബാദ് മൗലവി
അഹമ്മദുള്ള. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശ ബിന്ദു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ഝാൻസി റാണിയെയാണ്. ദത്തവകാശ നിരോധിത നിയമം വഴി ഝാൻസി കൈയടക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചതാണ് ഝാൻസി റാണി ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ കാരണം. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ എന്ന് പറയുന്നത് കാനിൻ പ്രഭുവായിരുന്നു. 1857 വിപ്ലവം പൂർണ്ണമായും അടിച്ചമർത്തിയ വർഷം എന്ന് പറയുന്നത് 1858 ആണ്. 1858 കലാപം അടിച്ചമർത്തുന്നത്. 1857 കലാപം ആരംഭിക്കുന്നത്. ഈ കലാപം പൂർണ്ണമായും ഒരു പരാജയമായിരുന്നെങ്കിലും ഇന്ത്യയിലെ ദേശീയ വികാരത്തെ വിളിച്ചോതുന്ന ഒരു പ്രധാനപ്പെട്ട കലാപമായിരുന്നു 1857 കലാപം എന്ന് പറയുന്നത്. ഈ വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട ഫലം എന്ന് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. പിന്നീട് ബ്രിട്ടീഷുകാർ നേരിട്ടാണ് ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഭരണം നഷ്ടപ്പെടാൻ കാരണമായിട്ടുള്ള ആക്ട് 1857 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ്. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്ന വിളംബരവും 1858 വിളംബരമാണ്. 1858 വിപ്ലവത്തിൻ്റെ ഫലമായി ഇന്ത്യയുടെ ഭരണാധികാരിയായി മാറിയ ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ രാജ്ഞിയാണ്. ദത്തവകാശ നിരോധിത നയം ഭരണമാറ്റത്തിൻ്റെ ഫലമായി പിൻവലിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയമമാണ്.